ബീഹാറിൽ കൊടുങ്കാറ്റായി NDA. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സൂചിപ്പിച്ചതാണ് ജനം ഒരു കൊടുങ്കാറ്റായി വന്ന് NDAക്കായി വോട്ട് ചെയ്തു എന്നുള്ളത്. ഡബിൾ സെഞ്ചുറി അടിച്ചാണ് NDAയുടെ മിന്നുന്ന ജയം. എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും ബഹുദൂരം പിന്നിലാക്കിയാണ് NDA തരംഗം ആഞ്ഞടിച്ചത്. മുന്നേറ്റം പ്രതീക്ഷിച്ച RJDക്കും കോൺഗ്രസിനും ജനവിധി കനത്ത പ്രഹരമായി. തുടക്കക്കാരനായ പ്രശാന്ത് കിഷോറിന്റെ JSPക്കും അക്കൗണ്ട് തുറക്കാനായില്ല. ജാതിക്കും മതത്തിനും അപ്പുറത്തുള്ള രാഷ്ട്രീയത്തിലേക്ക് ബീഹാർ മാറുന്നുവോ? സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും ആധിപത്യം ഉറപ്പിച്ചാണ് NDA സഖ്യത്തിന്റെ തേരോട്ടം. ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ സങ്കീർണവും വേഗതയേറിയതുമാണ്. സഖ്യങ്ങൾ തകരുന്നതും രൂപപ്പെടുന്നതും അത്ര കണ്ട് സാധാരണവും. ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന ആശയങ്ങളും ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ഉയരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായി ബീഹാർ അറിയപ്പെടുന്നത്. അത്തരമൊരു പരീക്ഷണത്തിന്റെ ഉപോത്പന്നമായിരുന്നു ഇത്തവണത്തെ ജനവിധിയും. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും കടത്തിവെട്ടി NDA വീണ്ടും ഭരണത്തിലേക്ക് 3/2 ഭൂരിപക്ഷം സ്വന്തമാക്കി തല ഉയർത്തി തന്നെയാണ് നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിലേറുന്നത്. 243 അംഗ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ JDU BJP സഖ്യം സർവാധിപത്യം സ്ഥാപിച്ചു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ കേവല ഭൂരിപക്ഷം തികച്ചു. ഈ തീച്ചൂളയിൽ ഇല്ലാതായത് ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും ഒരിക്കൽ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയുമാണ്. കേന്ദ്രത്തിനെതിരെ ഉയർന്ന രാഹുൽ ഗാന്ധിയുടെ എതിർശബ്ദങ്ങളൊന്നും ലക്ഷ്യം കണ്ടില്ല. SIRഉം വോട്ട് ചോരി ആരോപണങ്ങളും ജനം തള്ളിക്കളഞ്ഞു. 19-ൽ നിന്ന് 2 അക്കം കാണാതെ കോൺഗ്രസ് നിറം മങ്ങി. വോട്ട് ശതമാനത്തിൽ മുന്നേറ്റമുണ്ടായെങ്കിലും വിജയമുറപ്പിക്കാൻ RJDക്ക് കഴിഞ്ഞില്ല. രാഘോപൂർ മണ്ഡലത്തിൽ ഏറെ വിയർത്ത് ഒടുവിൽ ജയത്തിലേക്ക് കഷ്ടിച്ചു കടന്നുകൂടേണ്ടി വന്നു മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട തേജസ്വി യാദവിന്. മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഇടത് പാർട്ടികൾക്കും തിരിച്ചടിയുണ്ടായി. 2020-ൽ 12 സീറ്റുകൾ ലഭിച്ച CPIMLന് ഇത്തവണ സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടമായി. 2 സീറ്റ് ലഭിച്ച CPM ഇക്കുറി 1ലേക്ക് ചുരുങ്ങി. 2 സീറ്റുണ്ടായിരുന്ന CPIക്കും നിരാശ മാത്രം. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും അസദുദ്ദീൻ ഉവൈസിയും നിലം തൊട്ടില്ല. തങ്ങളെ ബാധിക്കുന്നവയ്ക്കപ്പുറമുള്ള ഒരു വിഷയവും ജനങ്ങൾ സ്വീകരിക്കില്ല എന്ന സന്ദേശം നൽകുക കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.